കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. നരസിംഹമൂർത്തിയുടെ ഗർജനം കേൾക്കുന്ന ഒരമ്പലത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. മഹാവിഷ്ണുവിൻ്റെ ഉഗ്രമൂർത്തിയാണല്ലോ നരസിംഹമൂർത്തി എന്ന് പറയുന്നത്. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ്. ഈ മൂർത്തി ഉഗ്രമായ ശക്തിയോടെ ഇപ്പോൾ വാണരുളുന്ന ഒരു അമ്പലമുണ്ട്. അത് എറണാകുളം മണ്ണുത്തി നാഷണൽ ഹൈവേയിൽ നിന്ന് പാലിക്കര ടോൾ പ്ലാസ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി കോനിക്കര എന്ന ദേശത്താണ്. ഇവിടെ ശ്രീ മണ്ണത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. ഇതാണ് കോനിക്കര ദേശക്കാരുടെ ഗ്രാമദേവത. ഈ 2 മൂർത്തികൾക്കും പ്രാധാന്യമുണ്ടെങ്കിലും കൂടുതൽ പ്രാധാന്യം ഇവിടെ നരസിംഹമൂർത്തിക്കാണെന്ന് പറയപ്പെടുന്നു. പഴമക്കാർ പറയുന്നത് കേട്ടിടത്തോളം പണ്ട് മുതലേ ആ ഭാഗത്തുകൂടെ പണ്ടൊക്കെ അവിടെ വിജനമായിരുന്നു. അതിലെ നടന്നു പോകുമ്പോൾ നരസിംഹമൂർത്തിയുടെ ഗർജനം കേൾക്കാറുണ്ടെന്നാണ് പറയാറുള്ളത്. ഇത് ഒരു കേട്ടുകേൾവി മാത്രമാണെന്നാണ് ആ നാട്ടുകാർ ധരിച്ചത്. പക്ഷേ ഇക്കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. തിരുമേനി ഒരു പ്രായമായ വ്യക്തിയാണ്. അദ്ദേഹം അഭിഷേകം ചെയ്യുന്നതിനിടെ വള ഒന്ന് നീക്കി. നരസിംഹമൂർത്തിയുടെ വിഗ്രഹത്തിൻ്റെ വള ഒന്ന് നീക്കിയപ്പോൾ ചെറുതായി ആ വിഗ്രഹത്തിന്മേൽ വള ഒന്ന് അമർന്നു. എന്തോ വേദനിച്ചിട്ടാണോന്നറിയില്ല, പെട്ടെന്ന് ഘനഗംഭീരമായ ഒരു മുഴക്കം, സിംഹത്തിൻ്റെ ഒരു ഗർജനം, അതിൻ്റെ ഒരു മുഴക്കം അവിടെ കേട്ടു. തിരുമേനി ഭയന്ന് പിന്നോട്ട് മാറി. തിരുമേനി തന്നെയാണ് ഇത് പുറത്തു വന്ന് പറഞ്ഞത്. തിരുമേനി പറഞ്ഞു, ഇത്രയും ശക്തിയുള്ള ഒരു ദേവതയാണ് ഇവിടെയുള്ളത്. അടുത്തൊന്നും തന്നെ ഞാൻ ഇത്രകാലം അമ്പലങ്ങളിൽ നിന്നിട്ടും ഒരിടത്തും ഇത്രയും ശക്തി ഉള്ള ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നതെന്ന്. അതെ, അവിടെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം അല്പം കുറവുള്ളതായി ദേവപ്രശ്നത്തിൽ കാണുകയും ക്ഷേത്ര പുനരുദ്ധാരണത്തിനായി നരസിംഹമൂർത്തി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് കണ്ടെത്തുകയും ഉണ്ടായി. എന്തൊരു കാര്യത്തിനും അഭീഷ്ടകാര്യസിദ്ധിക്ക് ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടെ വിളിച്ചാൽ വെളിപ്പുറത്ത് നരസിംഹമൂർത്തിയുണ്ടെന്ന് പറയപ്പെടുന്നു. പാനകം അദ്ദേഹത്തിൻ്റെ ഇഷ്ട വഴിപാടാണ്. അതുപോലെ നമ്മുടെ മനസ്സിൽ വിചാരിച്ച് എന്തെങ്കിലും ഒരു പൈസ പോലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മനസ്സറിഞ്ഞ് അവിടെ വിളിച്ച് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരാഗ്രഹവുമില്ലെന്ന് പറയപ്പെടുന്നു. ഇപ്പോഴത്തെ കാലത്തും ഇങ്ങനെ ഒരു അനുഭവം, അതും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് ഭഗവാന്റെ നേരിട്ടുള്ള ഒരു അനുഭവമാണ്. ഇത് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം ഒഴിച്ചുകൂടാത്തതാണെന്നും മറ്റുള്ള പലരും ഇതൊന്നും തിരിച്ചറിയുന്നില്ല എന്നും കാണുമ്പോൾ വിഷമം തോന്നുന്നു. അതായത് നമ്മൾ ഭഗവാനെ ഭയക്കണമെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. എന്ത് കാര്യം ചെയ്യുമ്പോഴും പാപം ചെയ്യുകയാണെങ്കിലും നമ്മൾ ഭഗവാൻ എന്നൊരാളുണ്ടെന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവേണ്ടതാണ്. നരസിംഹമൂർത്തി അറിയാലോ, തൂണിലും തുരുമ്പിലുമുണ്ടെന്ന് പ്രഹ്ലാദൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ച് അത് പിളർക്കാനൊരുങ്ങിയ ഹിരണ്യകശിപുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ്, ചാടി വീണതാണ്. അപ്പോൾ അത്രയും ശക്തിയുള്ള മൂർത്തി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ
നമ്മുടെ ചുറ്റും ആ എനർജി ഉണ്ടെന്നും ആ മൂർത്തി എല്ലായിടത്തും വിളങ്ങി നിൽക്കുന്നുണ്ടെന്നും ഓർത്തിരിക്കുന്നത് നമുക്ക് മനസ്സിൽ ഒരു ശുഭപ്രതീക്ഷയ്ക്ക് എന്നും വക നൽകുന്നതാണ്. എനിക്ക് പൂർവജന്മ പുണ്യം കൊണ്ട് ആ അമ്പലത്തിൽ പല പ്രാവശ്യം തൊഴാനായി അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയി തൊഴുമ്പോഴൊന്നും ഇതൊന്നും അറിയാതെയാണ് ഞാൻ തൊഴുതിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും ശക്തിയുള്ള മൂർത്തിയെയാണല്ലോ ഞാൻ വിളിച്ചിരുന്നത്, ഞാൻ പോയി പ്രാർത്ഥിച്ചിരുന്നത് എന്ന് ഞാൻ കണ്ടിരുന്നത്. പക്ഷേ എനിക്കെന്തോ അവിടെ ചെല്ലുമ്പോൾ വല്ലാത്തൊരു ഭയവും എന്തോ ഒരു വൈബും അവിടെ തോന്നിയിരുന്നു. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നരസിംഹമൂർത്തി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നു. മഹാവിഷ്ണുവിൻ്റെ നടയിൽ പോകുമ്പോൾ അത്ര ഭയം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പേടിക്കാനുള്ളത് ഒന്നുമില്ല സത്യത്തിൽ. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭഗവാനെ എന്നും ഭയം തന്നെയാണ്. കാരണം ആ ഒരു ഭയമാണല്ലോ നമ്മളെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും നന്മയിൽ മാത്രം ഊന്നി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ട് ഈ ലോക നന്മയ്ക്കായി നരസിംഹമൂർത്തിയുടെ ഗർജനം ഇനിയും മുഴങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.